വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുവിധം എല്ലാ പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് വരുന്നത് കെമിസ്ട്രിയുടെ പരീക്ഷയാണ്. കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്നൊക്കെ എല്ലാവർക്കും വിചാരം ഉണ്ടാവും. പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നാളത്തെ എക്സാമിന് ഒരുവിധ ഐഡിയ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഐഡിയ ഇല്ല, നിങ്ങളുടെ പഠിച്ചൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനേ അടിക്കണ്ട. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനേഷനിൽ നമ്മൾ റിവിഷൻ ആയിട്ടാണ് വന്നിരിക്കണേ. സോ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ബൂസ്റ്റ് നമുക്ക് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കണേക്കാൾ മുമ്പ് എങ്ങനെയാണ് നാളത്തെ എക്സാം വരണേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ ക്വസ്റ്റ്യൻസ് വരണേ എന്നുള്ളൊരു ചെറിയ ഐഡിയ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷനൊക്കെ എഴുതിയതാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. എന്നാലും ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്തിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എക്സാം പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേണിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടൽ സ്കോർ എത്രയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 40 ആണ്. ആൻഡ് ദ ടൈം ഡ്യൂറേഷൻ ഫോർ യുവർ എക്സാം ഈസ് 1.5 hours. ഓക്കെ, ആൻഡ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മൊത്തത്തിൽ 4 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 സെക്ഷനിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര മാർക്കാണ് ഒരു ക്വസ്റ്റ്യനും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് സെക്ഷനിൽ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 score. അപ്പോൾ നമുക്ക് 1 തുടങ്ങി 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിൽ 4 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 score. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, MCQs ഉണ്ടാവും, ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്ഷൻ എ അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് വി ഹാവ് ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2 questions from 5 to 11 have choice and each question carries 2 scores. അതായത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് 5 to 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ടാകും. ഓക്കെ, ആൻഡ് അതിൽ ഓരോ ക്വസ്റ്റ്യനും മാർക്ക് വരുന്നത് 2 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ 5 to 11 നമുക്കൊരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 7 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 6 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ചോയ്സ് എന്നുണ്ടെങ്കിൽ 6A ഉണ്ടാവും, 6B ഉണ്ടാവും, അതുപോലെ തന്നെ 8Aയും 8B ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ 6ലെ A അല്ലെങ്കിൽ B നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഏതാണോ A or B, ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രം 12 to 17 ആണ്. അതിലൊരു 6 ക്വസ്റ്റ്യൻസ് ആണ് വരണേ. അതിൽ നേരത്തെ സെക്ഷനിലെ പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ട്. ആൻഡ് ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണോ അതിൽ ഏതെങ്കിലും A or B നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആൻഡ് ദ ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18. അതിന് ചോയ്സ് ഉണ്ട്, എയ്തർ A അല്ലെങ്കിൽ B. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ 4 സെക്ഷനിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ആൻഡ് ഫോർ ദി ഫസ്റ്റ് സെക്ഷൻ 1 to 4 നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് ഫ്രം 5 to 11 നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ട്. ആൻഡ് ഫ്രം 12 to 17 അഗെയിൻ 2 ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്. ആൻഡ് 18 അതിനും ചോയ്സ് ഉണ്ട്, എയ്തർ A or B എഴുതിയാൽ മതി. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് 4 മാർക്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതറിഞ്ഞാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതിൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ടൈം എക്സാമിനേഷന് പീരിയോഡിക് ട്രെൻഡ്സ് വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാമിന് എന്തായാലും പീരിയോഡിക് ട്രെൻഡ്സ് തുടങ്ങി നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പീരിയോഡിക് ട്രെൻഡ്സ് തുടങ്ങി പഠിക്കാം. ദെൻ ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് ഫോർമുലാസും കുറച്ച് ലോസും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ആൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ 5 ഇലക്ട്രോകെമിസ്ട്രി. ഇറ്റ് അഗെയിൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ 6 മെറ്റൽസ്. ആ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് വരെ നമുക്ക് പഠിക്കാനുള്ളൂ. സോ എന്താണ് ഫസ്റ്റ് ടൈമിലെ പോർഷൻസിൽ നിന്ന് നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ബട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും എന്താണ് എക്സാം പാറ്റേണും സിലബസും ഒക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ.
അപ്പോൾ നാളത്തെ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചാനലുണ്ട്. സോ ത്രൂ ചാനൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ആൻഡ് എക്സാമിന് പോണതിൻ്റെ രാവിലെ ജസ്റ്റ് ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ടെൻഷനൊന്നും അടിക്കാതെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വായോ. All the very best and thank you.